എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമാക്ഷൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. 2026 ആരംഭിച്ചതിന് ശേഷം ഗ്ലോബലി ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വർദ്ധിച്ചു വരികയാണ്. പക്ഷേ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിനൊന്നും തന്നെ ഇതുവരെ സ്റ്റോക്ക് മാർക്കറ്റുകളുടെ സെൻറ്റിമെൻറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല, നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. മറിച്ച് കഴിഞ്ഞ ആഴ്ചയിലെ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും, മെജോറിറ്റി മാർക്കറ്റുകളും, ഇന്ത്യ ഒഴികെയുള്ള മെജോറിറ്റി മാർക്കറ്റുകളും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് അല്ലെങ്കിൽ റെക്കോർഡ് ഹൈനടുത്തൊക്കെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ നിഫ്റ്റിയും സെൻസസും കഴിഞ്ഞ ആഴ്ചയിൽ താഴെയാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ ആഴ്ചയിൽ 5 ദിവസവും മാർക്കറ്റ് വോളാട്ടിലിറ്റിക്ക് ശേഷം താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വ്യാഴം വെള്ളിയും വലിയ രീതിയിൽ മാർക്കറ്റ് താഴെ വരാനായിട്ട് ഇടയാക്കിയത് ട്രംപിൻ്റെ അഡീഷണൽ താരിഫ് മെഷേഴ്സാണ്. ഇന്ത്യയുടെ മേൽ 500% താരിഫ് ഏർപ്പെടുത്തും എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് ട്രംപ് നടത്തിയിരുന്നു. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത്. നമ്മളെ സംബന്ധിച്ച് 50% താരിഫ് വരെയൊക്കെ പിടിച്ചു നിൽക്കാം. അതേസമയം 500% താരിഫ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. അതിൻ്റെ ഒരു നീജർക്ക് റിയാക്ഷനാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത്. ഇനി കഴിഞ്ഞ ആഴ്ചയിലത്തെ അമേരിക്കൻ മാർക്കറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടെക്നോളജി സ്റ്റോക്കുകളിൽ നിന്ന് ബാങ്കും ഫൈനാൻഷ്യൽ സെക്ടർ സ്റ്റോക്കുകളിലേക്ക്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടർ സ്റ്റോക്കുകളിലേക്ക്, ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ സ്റ്റോക്കുകളിലേക്കൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കൂടി തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ടെക്നോളജി സ്റ്റോക്കുകളുടെ പെർഫോമൻസ്. മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിലെ 2 സ്റ്റോക്കുകൾ മാത്രമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ബെറ്ററായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്, ആൽഫബറ്റും ആമസോണും. മറ്റെല്ലാ സ്റ്റോക്കുകളും താഴെയാണ്. അതേസമയം ചിപ്പ് മേക്കിംഗ് കമ്പനിയായ മൈക്രോൺ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബ്രോഡ്കോമും റെക്കോർഡ് ഹൈനടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ അമേരിക്കയിൽ സെക്ടർ റൊട്ടേഷനാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ ഡിസംബർ മാസത്തെ അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ വന്നിരുന്നു. ബിലോ എക്സ്പെക്റ്റേഷനാണ്. 4.4% ഉള്ളൂ. നവംബറിൽ അത് 4.5% ആയിരുന്നു. ഇതും ഒരു പോസിറ്റീവ് ഇൻഡിക്കേഷനാണ് അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച്. ഒപ്പം ഈ മാസം അവസാനം US ഫെഡിൻ്റെ മീറ്റിംഗ് ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും അത് അമേരിക്കൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതുവരെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒന്നും തന്നെ അമേരിക്കൻ മാർക്കറ്റിനെ ബാധിച്ചിട്ടില്ല. മറിച്ച് വലിയ രീതിയിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഫ്ലെയർ അപ്പ് ചെയ്ത് ഗ്ലോബലി വലിയ നെർവസ്നെസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു ഇമ്പാക്റ്റ് അമേരിക്കൻ മാർക്കറ്റിലൊക്കെ കണ്ടേക്കാം. പക്ഷേ ഫണ്ടമെൻ്റൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അമേരിക്കൻ മാർക്കറ്റ് വളരെ സേഫാണ്. മറ്റ് മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ തന്നെയാണ്. അതോടൊപ്പം ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ ചൈനയിൽ, കൊറിയയിൽ, അതുപോലെ തന്നെ ഹോങ്കോങ്ങിൽ, ജപ്പാനിലൊക്കെ AI റിലേറ്റഡ് സ്റ്റോക്കുകളാണ് നല്ല രീതിയിൽ മുന്നേറുന്നത്. ചൈനയിലെ AI റിലേറ്റഡ് IPOs ധാരാളം വരുന്നുണ്ട്. വളരെ വലിയ സക്സസ് ആയിട്ടാണ് ഈ IPOs ഒക്കെ ലിസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ ഈ മാർക്കറ്റുകളിലുണ്ട്. നമ്മളെ സംബന്ധിച്ച് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച 2.45% താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം സെൻസെക്സ് 2.55% താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ട്രംപിൻ്റെ താരിഫ് ത്രെട്ടനിങ് മെഷറിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. ഈ ആഴ്ച ജനുവരി 14 US സുപ്രീം കോടതിയുടെ വിധി വരുന്നത്. ട്രംപിൻ്റെ താരിഫ് ഇമ്പോസ് ചെയ്യാനുള്ള പവറുകൾ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നാണ് 12 ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സ്റ്റേറ്റുകളും 1000-ലധികം കമ്പനികളും US സുപ്രീം കോടതിയിൽ അപ്പീൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അപ്പീൽ അംഗീകരിച്ചുകൊണ്ട് ട്രംപിൻ്റെ താരിഫ് ഇമ്പോസ് ചെയ്യാനുള്ള പവറുകൾ അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്ന് US സുപ്രീം കോടതി വിധിക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ചും ഇന്ത്യനെ സംബന്ധിച്ചും ഇന്ത്യയിലെ കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. കാരണം ഇതുവരെ പിരിച്ചെടുത്തിട്ടുള്ള താരിഫ് $150 ബില്യൺ ആണ്. ഈ പിരിച്ചെടുത്തിട്ടുള്ള താരിഫൊക്കെ കമ്പനികൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ജനുവരി 14 US സുപ്രീം കോടതിയുടെ വിധി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ സംബന്ധിച്ച് ഈ വിധിയുടെ ഇമ്പാക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത് ജനുവരി 16 ജനുവരി 15 നമ്മളെ സംബന്ധിച്ച് ട്രേഡിംഗ് ഹോളിഡേ ആണ്. BMC ഇലക്ഷനാണ്. അതുകൊണ്ട് തന്നെ NSE BSE എക്സ്ചേഞ്ചുകൾക്ക് ഹോളിഡേ ആണ്. തീർച്ചയായിട്ടും ഈ ആഴ്ച വളരെ ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള ഒരാഴ്ചയാണ്. Q3 റിസൾട്ടുകൾ വലിയ കമ്പനികളുടെ വരുന്നു. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ വിധി വരുന്നു. അമേരിക്കയിൽ ട്രംപിൻ്റെ താരിഫ് മെഷേഴ്സ്
അൺകോൺസ്റ്റിറ്റ്യൂഷണലാണോ കോൺസ്റ്റിറ്റ്യൂഷണലാണോ എന്ന് സംബന്ധിച്ചിട്ടുള്ള സുപ്രീം കോടതി വിധി, അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, ഈ ഇവൻറ്റുകളാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. അതേസമയം നമ്മുടെ Q3 റിസൾട്ടുകളും ധാരാളം കമ്പനികൾ ഈ ആഴ്ച Q3 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ Q3 റിസൾട്ടുകളും നമ്മുടെ മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ്, സെക്ടർ സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പവർ ഡിമാൻഡ് വിൻ്റർ സീസണിൽ പീക്ക് ലെവലിൽ എത്തിയിരിക്കുകയാണ്. പവർ സെക്ടർ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ന്യൂസാണ്. അതുപോലെ തന്നെ പവർ സെക്ടർ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള കമ്പനികളുണ്ട്. കൽപ്പതരു പ്രൊജക്റ്റ്, അതുപോലെ തന്നെ KEC ഇൻ്റർനാഷണൽ, ഹിറ്റാച്ചി എനർജി, സീമെൻസ് ലിമിറ്റഡ്, CG പവർ, അഡാനി എനർജി സൊല്യൂഷൻസ്, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് വളരെ പോസിറ്റീവാണ്. ഷിപ്പിംഗ് രംഗത്തുള്ള GRSE, അതുപോലെ തന്നെ റെയിൽവേ സെക്ടർ രംഗത്തുള്ള ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, BEML, ഈ രംഗത്തും വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ മണപ്പുറം, ബെയിൻ പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനിയാണ്. ബെയിൻ ക്യാപിറ്റൽ മണപ്പുറത്തിൽ സ്റ്റേക്ക് എടുത്തിരുന്നു. പക്ഷേ ഇതിൻ്റെ അപ്രൂവൽ പെൻഡിങ് ആണ്, കംപ്ലയൻസ് ഡിലേസ് ആണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്ന. ഈ ന്യൂസിന് ശേഷം മണപ്പുറം സ്റ്റോക്ക് പ്രൈസ് താഴെ പോയിട്ടുണ്ട്. പക്ഷേ ടെമ്പററി ഫിനോമിനനാണ് മണപ്പുറം സ്റ്റോക്ക് പ്രൈസ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ ഡാറ്റ വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് നല്ല ഡാറ്റയാണ് ഡിസംബർ മാസത്തെ ഇൻഫ്ലോ ഡാറ്റ വന്നിരിക്കുന്നത്. SIP 31,1.67 കോടി റെക്കോർഡ് ഫിഗർ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ടോട്ടൽ AUM നോക്കുകയാണെങ്കിൽ മൈനർ ഡിപ്പുണ്ട്. ഡിസംബർ മാസത്തിൽ 80.23 ലക്ഷം കോടിയായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. നവംബർ മാസത്തിൽ 80.8 ലക്ഷം കോടിയായിരുന്നു. ഇത് പ്രധാനമായിട്ടും ഡെറ്റ് ഫണ്ടുകളിൽ നിന്ന് വന്നിട്ടുള്ള ഔട്ട്ഫ്ലോൻ്റെ ഭാഗമാണ്. നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമൊന്നും തന്നെയില്ല. അതേസമയം കോൺട്രിബ്യൂട്ടിംഗ് SIP ഫോളിയോസിൻ്റെ എണ്ണം 9.8 കോടിയായിട്ട് ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ന്യൂസുകളൊക്കെ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം 21.6 കോടിയായിട്ട് ഉയർന്നിരിക്കുകയാണ് 2025 എൻഡ് ആകുമ്പോഴേക്കും. അപ്പോൾ ഇത്തരത്തിൽ ന്യൂസുകൾ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. പക്ഷേ ട്രംപിൻ്റെ താരിഫ് ത്രട്ടനിങ് മെഷേഴ്സാണ് നമ്മളെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് നിൽക്കുന്നത്. ഒപ്പം ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും, അതോടൊപ്പം തന്നെ ആദ്യം പുറത്തു വന്നിട്ടുള്ള 4 Q3 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഒരു Q3 റിസൾട്ട് മാത്രമാണ് സ്ലൈറ്റ്ലി എബവ് എക്സ്പെക്റ്റേഷൻസ്. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്, അതേസമയം തേജസ് നെറ്റ്വർക്ക്, എലക്ട്രോൺ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ശനിയാഴ്ച പുറത്തു വന്നിട്ടുള്ള ഡിമാർട്ട് ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. മറ്റ് റിസൾട്ടുകൾ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കുകളൊക്കെ താഴെയാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന റിസൾട്ടുകൾ ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നെഗറ്റീവ് റിയാക്ഷനൊക്കെ നമ്മുടെ മാർക്കറ്റ് കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് ഈ Q3 റിസൾട്ടുകളെല്ലാം തന്നെ. ഒപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പല ന്യൂസ് ഫ്ലോസും വന്നുകൊണ്ടിരിക്കുന്നത്. ലെമൺ ട്രീയുടെ സബ്സിഡിയറിയിലെ വാർബർഗ് പിങ്കസ് 41% സ്റ്റേക്ക് എടുക്കുകയാണ്. അതിനുശേഷം ഈ സബ്സിഡിയറി ഹോട്ടൽ അവർ ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 2 കമ്പനിയായിട്ട് മാറാൻ പോവാണ് ലെമൺ ട്രീ. ലോങ് റണ്ണിൽ ലെമൺ ട്രീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ടെക്സ്മാക്കോ റെയിൽ 64 കോടി രൂപയുടെ ഓർഡർ ബാഗ് എത്തിയിട്ടുണ്ട്. ടെക്സ്മാക്കോ റെയിലിനെ സംബന്ധിച്ച് ന്യൂസ് പോസിറ്റീവാണ്. ഒപ്പം സെബി ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് NSEയുടെ IPOയ്ക്കുള്ള NOC ഈ മന്തിൽ ഇഷ്യൂ ചെയ്യുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. BSEനെ സംബന്ധിച്ചും AMCXനെ സംബന്ധിച്ചൊക്കെ. NSE സ്റ്റോക്ക് ഗ്രേ മാർക്കറ്റിൽ നിന്ന് ധാരാളം ഇൻവെസ്റ്റേഴ്സ് വാങ്ങി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ചൊരു ഹാപ്പി ന്യൂസാണ്. പക്ഷേ ഗ്രേ മാർക്കറ്റ് പ്രൈസ് അറൗണ്ട് 2,000 റുപ്പീസ് പെർ ഷെയർ ആണ് ഗ്രേ മാർക്കറ്റിൽ നടക്കുന്നത്. 2,560 രൂപ വരെയൊക്കെ ഉയർന്നിരുന്നു. അതിനുശേഷം താഴെയാണ്. ലിസ്റ്റിംഗ് പ്രൈസ് മിക്കവാറും ഈ ലെവലിലൊക്കെ ആവാം. അതേസമയം IPO പ്രൈസ്, ഓഫർ പ്രൈസ് താഴെയാവാനാണ് ചാൻസസ് കൂടുതൽ. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മാർക്കറ്റിൽ ഓവറോൾ പെർഫോമൻസ് IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ വളരെ നല്ല പെർഫോമൻസ് ആണ് IPO മാർക്കറ്റ് 2026 ആരംഭിച്ചപ്പോഴും. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള മെയിൻ ബോർഡ് IPO ഭാരത് കോക്കിംഗ് കോൾ ആദ്യ ദിവസം
8.18 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. 23 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. കോൾ ഇന്ത്യയുടെ സബ്സിഡിയറിയാണ്. 40 മുതൽ 50% വരെ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള IPO ആണ്. അപ്പോൾ മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാം. 2 ദിവസം കൂടിയുണ്ട്. 13-ാം തീയതിയാണ് ക്ലോസ് ചെയ്യുന്നത്. ഈ ആഴ്ച SMEയിൽ 5 IPOs പുതുതായിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു IPO ഓൺഗോയിങ് IPO ഉണ്ട്. ഈ 5 IPOയിൽ 2 IPOs നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. NSE SME സെഗ്മെൻറ്റിൽ വരുന്ന അവാന ഇലക്ട്രോ സിസ്റ്റംസ് ലിമിറ്റഡ് ആണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നത്. 2000 മാർക്കറ്റിലോട്ട് 2 ലോട്ട് അപ്ലൈ ചെയ്യണം. 59 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ലൊരു IPO ആണ്. നല്ല ലിസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. പവർ സെക്ടർ റിലേറ്റഡ് കമ്പനിയാണ്. കൺട്രോൾ സെൻറ്ററിലെ കൺട്രോൾ പാനൽസ് പവർ സെക്ടറിന് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതോടൊപ്പം തന്നെ മറ്റന്നാൾ ആരംഭിക്കുന്ന 13-ാം തീയതി ആരംഭിക്കുന്ന ഇൻഡോ SMC ലിമിറ്റഡ് ആണ്. അതും പവർ സെക്ടർ റിലേറ്റഡ് കമ്പനിയാണ്. 149 അപ്പർ പ്രൈസ് ബാൻഡ്. 1000 മാർക്കറ്റിലോട്ട് 2 ലോട്ട് അപ്ലൈ ചെയ്യണം. 13-ാം തീയതി ഓപ്പൺ ചെയ്ത് 16-ാം തീയതിയാണ് അവസാനിക്കുന്നത്. അപ്പോൾ SME IPOയിൽ റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന 2 SME IPOs ആണ്. NSE SMEയിലുള്ള അവാന ഇലക്ട്രോ സിസ്റ്റംസ് ലിമിറ്റഡ്, അതുപോലെ തന്നെ BSE SMEയിലുള്ള ഇൻഡോ SMC ലിമിറ്റഡ്. അതോടൊപ്പം തന്നെ മെയിൻ ബോർഡ് IPOയിലോ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ്. ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മളെ സംബന്ധിച്ച് ഈ ആഴ്ച Q3 റിസൾട്ടുകൾ, സുപ്രീം കോടതി വെർഡിക്റ്റ് US ട്രംപിൻ്റെ താരിഫിന് അഗൻസ്റ്റായിട്ട്, അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, വലിയ രീതിയിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വഷളാവുകയാണെങ്കിൽ അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിലൊക്കെ കാണാനായിട്ട് സാധിക്കും. അതേസമയം ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് കമോഡിറ്റികൾക്കാണ്. ഇനി 2026 ആരംഭിച്ച ശേഷം കമോഡിറ്റികളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും മുന്നേറാണ്. സിൽവർ നല്ല വൊളാറ്റിലിറ്റിക്ക് ശേഷം കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലാണ്. കോപ്പറിൽ നല്ല രീതിയിൽ മുന്നേറ്റം കണ്ടിരുന്നു. അതിനുശേഷം നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അതേസമയം അലുമിനിയം വീണ്ടും പുതിയ 4 ഇയർ ഹിറ്റ് ചെയ്ത് 4 ഇയർ ഹൈയിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. സിങ്കും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ വീണ്ടും മുന്നേറാണ്. $63.34 പെർ ബാരലിനാണ് ബ്രെൻഡ് ക്രൂഡ് ഓയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വർദ്ധിച്ച് ക്രൂഡ് ഓയിലിൻ്റെ സപ്ലൈ ഡിസ്റപ്റ്റഡ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രെൻഡ് ക്രൂഡ് ഓയിലിന് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് ബ്രെൻഡ് ക്രൂഡ് ഓയിൽ പ്രൈസിൽ വന്നിട്ടുള്ള ഈ വർധനവ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ കമോഡിറ്റികൾ വീണ്ടും ഒരു മുന്നേറ്റത്തിൻ്റെ പാതയിലാണ്. സിൽവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റർ ഡേയ്സ് തന്നെയാണ് മുന്നിലുള്ളത്. പക്ഷേ നല്ല വൊളാറ്റിലിറ്റി നമുക്ക് സിൽവറിൻ്റെ കാര്യത്തിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് ഒരുപക്ഷെ കുറഞ്ഞേക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതേസമയം ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. അതേസമയം ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ച് നല്ല ഡേയ്സ് തന്നെയാണ്. ഇപ്പോൾ പ്രഡിക്ഷൻസൊക്കെ എല്ലാവരും ഒരു ടാർജറ്റ് പ്രീപോൺ ചെയ്തിരിക്കുകയാണ്. അതായത് 2026 ഡിസംബറിൽ അച്ചീവ് ചെയ്യേണ്ട ടാർജറ്റ് ഒരു പക്ഷേ മാർച്ചിൽ തന്നെ അച്ചീവ് ചെയ്യുന്നതാണ് പല റിസർച്ച് ഹൗസസും പറയുന്നത്. $5000 പെർ ഔൺസ് ഒരു പക്ഷേ മാർച്ചിൽ തന്നെ ഗോൾഡ് ഹിറ്റ് ചെയ്തേക്കും. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് സെൻട്രൽ ബാങ്ക് ഡിമാൻഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്, അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസൊക്കെയാണ് കാരണമായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ വേൾഡ് ഗോൾഡ് കൗൺസിൽ ഗോൾഡ് ETF ഡാറ്റ പുറത്തുവിട്ടിട്ടുണ്ട്. ഡിസംബർ മാസത്തിൽ റെക്കോർഡ് ഫിഗറിൽ എത്തിയിരിക്കുകയാണ്. ടോട്ടൽ ഗോൾഡ് ഹോൾഡിങ്സ് AUM നോക്കുകയാണെങ്കിൽ ഗ്ലോബലി $559 ബില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ഹോൾഡിങ്സ് 4025 ടൺസ് ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ഡിസംബർ മാസത്തിൽ നോക്കുകയാണെങ്കിൽ 76.7 ടൺസാണ് ഗോൾഡ് ETF ആഡ് ചെയ്തിട്ടുള്ളത്. നവംബറിൽ 41 ടണ്ണായിരുന്നു. ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഹ്യൂജ് ഇൻഫ്ലോ ആണ് ഇന്ത്യയിൽ ഗോൾഡ് ETF ഡിസംബറിൽ വന്നിരിക്കുന്നത്. ഇന്ത്യ 8.6 ടൺസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 95 ടണ്ണായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ ടോട്ടൽ ETF ഗോൾഡ് ഹോൾഡിങ്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ 6th പ്ലേത്താണ്. 5ാമത്തെ സ്ഥാനത്തുള്ള ചൈന 247.9 ടൺസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത മാസങ്ങളിലൊക്കെ ഗോൾഡ് ETF വീണ്ടും നല്ല രീതിയിൽ ഇന്ത്യയിൽ ഇൻഫ്ലോ വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ട് ന്യൂസ് ഫ്ലോസ് തന്നെയാണ്. ഗോൾഡ് വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം സിൽവറിൽ വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. എന്നിരുന്നാലും
ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിൽ സിൽവറിന് അഗൻസ്റ്റ് ആയിട്ട് ലോൺ ഫെസിലിറ്റി കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് സിൽവറിലും കാണാം. അതോടൊപ്പം തന്നെ കോപ്പർ, അലുമിനിയം ഈ കമ്മോഡിറ്റികളും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. പൊതുവെ കമ്മോഡിറ്റികൾ മുന്നേറാനുള്ള സാധ്യതകളാണ്. അതോടൊപ്പം തന്നെ US പ്രസിഡൻറ്റിന് എഗൻസ്റ്റ് ആയിട്ട് US സുപ്രീം കോടതി വിധി വരികയാണെങ്കിൽ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകൾക്കും അത് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഒപ്പം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലുണ്ടാവും. അതോടൊപ്പം ഇനി വരാൻ പോകുന്ന Q3 റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റും നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.